ഞാനിപ്പോഴും കണ്ണനോട് പറയും, എൻ്റെ ഒരു വാക്കിന്റെ പേരില കണ്ണ. വിനയത്തിന്റെ പ്രതീകമായ ജയറാമിനെതിരെ തുറന്നടിച്ചുകൊണ്ട് ഉഷ രംഗത്ത് വന്നിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ആളൊരു പഴയകാല സിനിമാ നടിയാണ്. പുള്ളിക്കാരിയുടെ സഹോദരനായ ഹസീബ് ഹുസൈന് ജയറാം കൊടുത്ത എട്ടിന്റെ പണിയെ പറ്റിയാണ് പറഞ്ഞത്. ജയറാമിനെ വെച്ചും ജയറാമിന്റെ മകനെ വെച്ചും ഒട്ടേറെ പടങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിലും എല്ലാം പൊട്ടിപ്പാളിസായ അവസ്ഥയാണ്. എന്തായാലും നമുക്ക് ഇതിനെപ്പറ്റി ഉഷ പറയുന്നതൊന്ന് കേട്ടു നോക്കാം. താങ്കൾ അത്രയും പൈസ മുടക്കി കണ്ണന് വേണ്ടി കളഞ്ഞത് എൻ്റെ ഒറ്റ വാക്കിന്റെ പേരിലാണ്. ഞാൻ എപ്പോഴും പറയും, പടച്ചോൻ തിരിച്ചു തരും. ഏതെങ്കിലും രൂപത്തിൽ ദൈവം എപ്പോഴും കൂടെ ഉണ്ടാവും. ജയറാം എപ്പോഴും വരുമായിരുന്നു. അതിലെ പോയാല് അവിടെ വന്ന് ഭക്ഷണം കഴിക്കാതെ പോകത്തില്ല. ആ ആള് ഈ പടം ഫ്ലോപ്പായിട്ട് ഒന്ന് ഫോൺ ചെയ്ത് പോലും ചോദിച്ചിട്ടില്ല. എന്താ ജയറാം ജയറാമിന്റെ ഒരു വാക്ക്, ജയറാം പറഞ്ഞത് ജയറാം കൂടെ ഉണ്ടാവും. അവന് സ്ട്രോക്ക് വന്നു, മരണത്തിൽ നിന്നാണ് രക്ഷപ്പെട്ടു വന്നത്. ഹസീബ്, ഈ സ്ട്രോക്ക് ഉണ്ടായ വിവരം ഒരാൾ പോലും എൻ്റെ അടുത്ത് പറഞ്ഞിട്ടില്ല. ഞാൻ ഇപ്പോഴാണ് അറിയുന്നത്. എന്തായാലും എല്ലാ സ്റ്റോക്ക് ഉണ്ടായ വിവരം അറിഞ്ഞില്ല എന്ന് പറയുന്നു. പക്ഷെ പടം ഫ്ലോപ്പായാൽ ഒന്ന് വിളിച്ച് അന്വേഷിക്കേണ്ട മര്യാദയില്ലേ? പ്രാർത്ഥനകളും അടുത്ത പ്രാവശ്യം മീൻസ് ഈ മാസം ഒരു 10 ദിവസം കഴിഞ്ഞാൽ കേരളത്തിൽ വരുന്നുണ്ട്. അപ്പോൾ ഞാൻ ആലപ്പുഴ വരാം, വന്നിട്ട് നേരിട്ട് കണ്ടോളാം. ഈ സംഭവം നടക്കുന്നത് ഏകദേശം കൊറോണക്ക് മുമ്പ് എന്തോണ്. അത് കഴിഞ്ഞിട്ട് ഇപ്പം ഇത്രയും വർഷമായിട്ടും ആ പുള്ളിയെ ചെന്നൊന്ന് കണ്ടിട്ടില്ല എന്നാണ് ഉഷ പറഞ്ഞത്. എന്തായാലും ബാക്കിയും കൂടി കേട്ടു നോക്കാം. അടുത്ത ആഴ്ച അതിലേ വരാന്ന് പറഞ്ഞാൽ ഇന്ന് വരെ വന്നിട്ടില്ല. ഒന്ന് കാണാൻ പോലും വന്നിട്ടില്ല. അവരെ ഒന്ന് വിശ്വസിക്കരുത്. നമുക്ക് ഇവരെയൊക്കെ നന്നായിട്ട് അറിയാം. സത്യമായിട്ടും ഒരാളുടെയും വാക്ക് കേട്ട് നമ്മൾ ഒരിക്കലും പണം മുടക്കരുത്. കാരണം നഷ്ടം വന്നാൽ അത് നമ്മൾ തന്നെ സഹിക്കേണ്ടി വരും. ഹസീബിന്റെ ഇഷ്യൂ ജയറാമേട്ടനായിട്ടുള്ള ഒരു പ്രശ്നം ഉണ്ടല്ലോ, അതിനെ പറ്റി എന്താണ് പറയാനുള്ളത്? അല്ല, അത് ഹസീബ് സത്യസന്ധമായിട്ടുള്ള കാര്യമാണ്. ശരിക്കുള്ള കാര്യം തന്നെ. എന്റെ ഫോണിലും ജയറാമിന്റെ വോയിസ് എന്റെ കയ്യിലുണ്ട്. ജയറാം ഹസീബിന് അയച്ച വോയിസ്. അതായത് ജയറാമിന്റെ ഒരു വാക്കിന്റെ പുറത്താണ് ഹസീബ് ആ സിനിമ പ്രൊഡ്യൂസ് ചെയ്തത്. കേട്ടില്ലേ? ജയറാം കൂടെ ഉണ്ടാകുമെന്ന വിശ്വാസത്തിന്റെ പുറത്താണ് അദ്ദേഹം ഈ സിനിമയെല്ലാം പിടിക്കാൻ തുനിഞ്ഞിറങ്ങിയത്. പക്ഷെ അദ്ദേഹത്തിന് സാമ്പത്തിക നഷ്ടവും ആരോഗ്യ നഷ്ടവും മാത്രമേ ലഭിച്ചുള്ളൂ. ഓരോ ഇൻഡസ്ട്രിയിലും ഓരോ ടേസ്റ്റ് ആയിരിക്കും സിനിമകൾക്ക്. പ്രത്യേകിച്ച് മലയാളം ഇൻഡസ്ട്രി എടുത്തു പറയുകയാണെങ്കിൽ ഇമോഷൻസിനും ഫീലിങ്സിനും കൂടുതലായി പ്രാധാന്യം കൊടുക്കുന്ന സിനിമകളാണ്. പക്ഷെ നേരെ മറിച്ച് തമിഴോ തെലുങ്കോ എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഒരു നായകൻ വന്ന് 10 പേരെ ഇടിച്ചിടുന്നത് കണ്ടാൽ അവിടുത്തെ ജനങ്ങൾ ഹാപ്പിയാണ്. അതായത് ഓരോ കൂട്ടർക്കും ഓരോ ടേസ്റ്റ് ആണ്. എന്തെങ്കിലുമൊക്കെ കാണിച്ച് നമ്മൾ സിനിമ എടുത്തിട്ട് യാതൊരു കാര്യവുമില്ല. പിന്നെ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യമാണ്, ഇന്ന് പല പ്രൊഡ്യൂസേഴ്സും ഇങ്ങനെ സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് പോകാൻ കാരണം. ഉദാഹരണമായി പറയുകയാണെങ്കിൽ ഒരു സിനിമക്ക് 5 കോടി ബഡ്ജറ്റ് ഇട്ട്, പക്ഷെ ആ സിനിമ 5 കോടിയിൽ ഒതുങ്ങുന്നില്ല എന്ന് കാണുമ്പോൾ ഇറക്കിയ കാശ് പോകുമല്ലോ എന്ന് ഓർത്തിട്ട് പലയിടത്തു നിന്ന് കടം മേടിക്കും. എന്നിട്ടും ഒതുങ്ങാതെ വരുന്ന അവസ്ഥ. ചുരുക്കി പറഞ്ഞാൽ ഒക്കത്തിരുന്നത് കിട്ടിയില്ല, കഷത്തിരുന്നത് പോവുകയും ചെയ്തെന്ന് പറഞ്ഞ അവസ്ഥയും. ചിലപ്പോൾ ആ സിനിമയെല്ലാം പിടിച്ച് പൂർത്തീകരിച്ച് കഴിഞ്ഞ് OTT-യിലോ അല്ലെങ്കിൽ തിയേറ്ററിലോ ഒക്കെ ഇറക്കുമ്പോൾ ഉദ്ദേശിച്ച കളക്ഷൻ തിരിച്ചു കിട്ടണമെന്നില്ല. അങ്ങനെ വരുമ്പോഴും കനത്ത നഷ്ടമുണ്ടാവും. ഇതിൽ സത്യം പറഞ്ഞ നായകനോ ബാക്കിയുള്ളവർക്കോ ഒന്നും സംഭവിക്കാനില്ല. അവർക്ക് സിനിമ പിടിക്കുമ്പോൾ തന്നെ അതിന്റെ പ്രതിഫലം കിട്ടും. എല്ലാ നഷ്ടമോ ലാഭമോ സിനിമയിൽ ഉണ്ടായാലും ഇല്ലേലും സഹിക്കേണ്ടി വരുന്നത് പാവം പ്രൊഡ്യൂസേഴ്സ് ആണ്. അതുകൊണ്ട് ഈ കേസിൽ എനിക്ക് പറയാനുള്ളത്, ആരുടെയും വാക്ക് കേട്ടിട്ട് പ്രത്യേകിച്ച് ഫിനാൻഷ്യൽ ഡീലിനൊന്നും നിൽക്കരുത്. കാരണം നഷ്ടം അത് നമ്മുടേത് മാത്രമാണ്. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു എന്ന് താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം. അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ.